أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد صرفنا في هذا القرآن للناس من كل مثل وكان الإنسان أكثر شيء جدلا وما منع الناس أن يؤمنوا إذ جاءهم الهدى ويستغفروا ربهم إلا أن تأتيهم سنة الأولين أو يأتيهم العذاب قبلا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 945 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ കഹ്ഫിലെ 54, 55 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد صرفنا في هذا القرآن للناس من كل مثل وكان الإنسان أكثر شيء جدلا وما منع الناس أن يؤمنوا إذ جاءهم الهدى ويستغفروا ربهم إلا أن تأتيهم سنة الأولين أو يأتيهم العذاب قبلا. صدق الله العظيم. സൂറത്തുൽ കഹ്ഫിലെ 54, 55 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഒരു നാളിനെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു സൂചിപ്പിക്കുകയുണ്ടായത്, ആ നാളിൽ അള്ളാഹു ആളുകളോടായിട്ട് വിശേഷിച്ച് അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉൾക്കൊള്ളാതെ അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കാതെ ജീവിച്ച ആളുകളോട് നാദു ശുറക്കാഇയല്ലദീന സഅംതും എന്ന് പറയും എന്നതാണ് നമ്മൾ ഇന്നലെ വായിച്ച ഭാഗത്ത് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. നിങ്ങൾ നേരത്തെ പല അവകാശവാദങ്ങളും ഉന്നയിച്ചിരുന്ന നിങ്ങളുടെ ഈ പങ്കാളികളെ നിങ്ങൾ വിളിച്ചോളൂ. ഇപ്പോ നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളെ രക്ഷപ്പെടുത്താൻ അവരെ വിളിച്ചോളൂ എന്നാണ് അള്ളാഹു ആ ഘട്ടത്തില് അത്തരം ആളുകളോട് പറയുക എന്നതാണ് നമ്മൾ കാണുകയുണ്ടായത്. അവര് വിളിച്ചു നോക്കുകയും ചെയ്യും. പക്ഷെ ഒരാളും തന്നെ അവർക്ക് ഉത്തരം ചെയ്യുന്നതായി അവർക്ക് കാണാൻ കഴിയുകയില്ല. അവരാരെയാണോ സഹായത്തിനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്, അവർക്കും ഇവർക്കും ഇടയിൽ ഒരു അകൽച്ചയുടെ അല്ലെങ്കിൽ ഒരു തടസ്സത്തിന്റെ ഒരവസ്ഥയാണ് ഉണ്ടാവുക. അവർക്കിടയിൽ ഒരു ശത്രുത ഉണ്ടായി വന്ന പോലെയാണ് അവർക്ക് അനുഭവപ്പെടുക. അവര് കുറ്റവാളികൾ, മുജ്രിമുകള് നരകം നേർക്ക് നേരെ കാണാനിടയാവുകയും അതിലേക്ക് അവര് എടുത്തെറിയപ്പെടാൻ പോകുന്നു എന്നവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്ന ആ ഒരു സന്ദർഭമായിരിക്കും അത്. അതിൽ നിന്ന് അവരെ തിരിച്ചു കളയാൻ അല്ലെങ്കിൽ അവർക്ക് രക്ഷ നൽകാൻ പറ്റിയ ഒരിടവും ഒരു ദിശയും അവർക്ക് കാണാൻ സാധിക്കുകയില്ല എന്നതാണ് അള്ളാഹു അവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭൂമുഖത്തെ
ജീവിത കാലയളവില് സ്വന്തം സ്വത്വത്തെക്കുറിച്ച് ആലോചിക്കാനും അന്വേഷിച്ച് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെയുള്ള അവസരമുണ്ട്. എന്നാൽ ആ അവസരം അവസാനിക്കുന്ന ഒരു സമയവും അള്ളാഹു വെച്ചിട്ടുണ്ട്. ആവശ്യമായ വിധത്തിൽ കാര്യങ്ങളെ വിലയിരുത്തി മനസ്സിലാക്കാൻ പരിശോധിക്കാനൊക്കെ അവർക്ക് അള്ളാഹു വേണ്ട വിധത്തില് സകല സൗകര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. മനുഷ്യൻ അള്ളാഹു നൽകിയിട്ടുള്ള ബുദ്ധിയെ പ്രയോജനപ്പെടുത്താതെയാണ്, പ്രജ്ഞയറ്റവരായ നിലക്കാണ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവന്റെ മുന്നില് അവന് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധി വന്നു പെടുമ്പോൾ മാത്രമാണ് അവൻ അതേക്കുറിച്ച് ആലോചിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക. ഇന്ന് നമ്മൾ വായിച്ചു വെച്ച 2 ആയത്തുകള് 54, 55 ആയത്തുകളില് അള്ളാഹു വ്യക്തമാക്കുന്ന ഒരു സുപ്രധാനമായ കാര്യം ഇതാണ്. മനുഷ്യൻ ശൂന്യനായിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നൽകിയിട്ടുള്ള സാധ്യതകളെ പ്രയോജനപ്പെടുത്തി കാര്യങ്ങളെ വിലയിരുത്തി മനസ്സിലാക്കി ഒരു തീരുമാനത്തിലേക്ക് വരാൻ മനുഷ്യൻ വലിയ വൈമനസ്യം കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നമുക്ക് ആ ആയത്തുകളും നോക്കാം. വലഖദ് സറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിന്നാസി മിൻ കുല്ലി മസൽ. തീർച്ചയായിട്ടും നാം ഈ ഖുർആനിൽ സകലവിധ ഉപമകളെയും ഉദാഹരണങ്ങളെയും വിശദീകരിച്ചു തന്നിട്ടുണ്ട്. വലഖദ് സറഫ്ന, നിശ്ചയമായിട്ടും നാം വിശദമാക്കിയിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. ഫീ ഹാദൽ ഖുർആൻ, നിങ്ങൾ ഈ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഖുർആനിൽ നിശ്ചയമായിട്ടും നാം വളരെയേറെ വിശദമാക്കിയിട്ടുണ്ട്. ലിന്നാസി, ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ, ജനങ്ങളുടെ യുക്തിബോധം, അവരുടെ ആലോചന ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ. മിൻ കുല്ലി മസലിൻ, എല്ലാവിധ ഉപമകളെയും ഉദാഹരണങ്ങളെയും. ഉപമകളും ഉദാഹരണങ്ങളും ഒക്കെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നിരന്തരം ഉപയോഗിക്കുന്നത് നാം കാണുന്നുണ്ട്. നാം പിന്നിട്ട ആയാത്തുകളിൽ, സൂറത്തുൽ കഹഫിലെ തന്നെ പിന്നിട്ട ആയാത്തുകളിൽ വദരിബ് ലഹും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ധാരാളം ഉപമകളും ഉദാഹരണങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇതൊക്കെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പ്രയോജനപ്പെടുത്തുന്നത്, ഈ വിധത്തില് ഉപമകളും ഉദാഹരണങ്ങളും നൽകുന്നത് മനുഷ്യന്റെ യുക്തിബോധം ഉണർത്തുന്നതിനും മനുഷ്യന് കാര്യങ്ങളെ ശരിയായ വിധത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിനൊക്കെ വേണ്ടിയാണ്. കാര്യങ്ങൾ വേണ്ട വിധത്തിൽ സംവേദനം ചെയ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഉദാഹരണങ്ങളും ഉപമകളും അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഉപയോഗപ്പെടുത്തുന്നത്. വലഖദ് സറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിന്നാസി മിൻ കുല്ലി മസൽ. മിൻ കുല്ലി മസൽ എന്ന് പറയുന്നത് വിവിധങ്ങളായ എന്ന അർത്ഥത്തിലാണ്. വ്യത്യസ്ത സ്വഭാവത്തിലുള്ള വിവിധ തരത്തിൽപ്പെട്ട ധാരാളം ഉപമകൾ, ധാരാളം ഉദാഹരണങ്ങൾ ഖുർആനിൽ അള്ളാഹു കാര്യങ്ങളെ വ്യക്തമാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദല. എന്നാൽ മനുഷ്യൻ മിക്ക സംഗതികളുടെ കാര്യത്തിലും തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവനാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ യുക്തിക്കും ബുദ്ധിക്കും ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള ഉപമകളും ഉദാഹരണങ്ങളും ഒക്കെ വളരെ നൽകപ്പെട്ടു കഴിഞ്ഞാലും തർക്കിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് മനുഷ്യന്റെ ഒരു പ്രകൃതം. ഈ തർക്കമല്ല ഫലപ്രദമായ ആശയം പങ്കുവെക്കലിന്റെയോ അല്ലെങ്കിൽ ആശയം ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിന്റെയോ കാരണമാകുന്ന വിധത്തിലുള്ള ഒരു സമീപനം. സത്യസന്ധമായ അന്വേഷണമാണ്
ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. ഒരു സംസാരം നടക്കുമ്പോൾ ആ സംസാരത്തിൽ മുന്നോട്ട് വയ്ക്കപ്പെടുന്ന ആശയം എന്താണ്? ആ ആശയം ബുദ്ധിക്കും യുക്തിക്കും ഒക്കെ നിരക്കുന്നതാണോ, സ്വീകാര്യമാണോ, അത് സത്യസന്ധമായ വിധത്തിലാണോ സമർപ്പിക്കപ്പെടുന്നത് എന്നത് പരിശോധിച്ചുകൊണ്ട് ആ ആർഗ്യുമെന്റിന്റെ മെറിറ്റ് നോക്കിയിട്ട് വേണം അതിനോടുള്ള സമീപനം സ്വീകരിക്കാൻ. അതിന് പകരം നമ്മളോട് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളെ എങ്ങനെയെങ്കിലും തോൽപ്പിച്ചേ അടങ്ങൂ, അയാൾ ഒരു കാരണവശാലും നമ്മൾ നിലക്കൊള്ളുന്ന ആശയത്തെയോ നിലപാടിനെയോ അതിനേക്കാളൊക്കെ മെച്ചപ്പെട്ട ഒന്ന് പറയുന്ന ആളായി മാറരുത്, നമ്മൾ തന്നെ ഉയർന്നു നിൽക്കണം എന്നൊക്കെയുള്ള വിധത്തില് സംസാരിക്കാൻ മുതിരുന്ന ആളുകൾ തർക്കത്തിൽ ഏർപ്പെടുകയാണ് ചെയ്യുക. സത്യം കണ്ടെത്തുക എന്നതും സത്യം ഉൾക്കൊണ്ട് അതിന്റെ പ്രയോജനം നേടുന്നവരാകുക എന്നതും അവരുടെ ലക്ഷ്യമാവുകയില്ല. മറിച്ച് ആരാണോ തങ്ങളോട് സംസാരിക്കുന്നത് അവരോട് തർക്കത്തിൽ ഏർപ്പെട്ട് അയാളെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക, വാദഗതികൾ ഉന്നയിച്ചുകൊണ്ട് അയാളെ പരാജയപ്പെടുത്തുക എന്നതായിരിക്കും അത്തരം ആളുകളുടെ ഒരു നിലപാട്. മനുഷ്യൻ കൂടുതലായിട്ടും ഈ ഒരു പ്രവണത കാണിക്കുന്നവനാണ്. മനുഷ്യരുടെ കൂട്ടത്തില് ഒരുവിധം ആളുകളൊക്കെയും തന്നെ ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നവരാണ് എന്നാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. വലഖദ് സറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി ഈ ഖുർആനിൽ തീർച്ചയായിട്ടും നാം വിശദമാക്കിയിട്ടുണ്ട്. മിൻ കുല്ലി മസലിൻ, സകലവിധ ഉദാഹരണങ്ങളും. ഈ ഉദാഹരണങ്ങളും ഉപമകളും ഒക്കെ നൽകപ്പെട്ടിരിക്കുന്നത് കാര്യങ്ങൾ വ്യക്തത ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. എപ്പോഴും അങ്ങനെയാണ്. മനുഷ്യന്റെ രചന ശൈലിയിലും ഉള്ള രീതി അതാണ്. എപ്പോഴും ഒരു തത്വം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അയാൾക്ക് ഉൾക്കൊള്ളാൻ ഒരു പ്രയാസം, മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മളൊരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു ഉപമ കൊണ്ടുവരിക. ആ ഉപമ അല്ലെങ്കിൽ ഉദാഹരണം നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു ചിത്രം വരയ്ക്കുന്നതോടുകൂടി നമുക്ക് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആർഗ്യുമെന്റ് എന്താണ് എന്നത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ ലളിതമായി മാറും. ഇതാണ് അതിന്റെ താല്പര്യം തന്നെ. അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അത്രയേ ഉള്ളൂ, ഈ കാര്യമാണ്. അതായത് ആളുകളുടെ മുന്നിൽ അള്ളാഹു സമർപ്പിക്കുന്ന ഈ ജീവിത ദർശനം സത്യമാണ്, ശരിയാണ്, കൃത്യമാണ് എന്നത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ആവശ്യമായ എല്ലാവിധ ഉപമകളും ഉദാഹരണങ്ങളും തീർച്ചയായിട്ടും ഈ ഖുർആനിൽ നാം നൽകിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നൽകപ്പെട്ടിട്ടും മനുഷ്യൻ എങ്ങനെ പ്രതികരിക്കുന്നത്? അക്സറ ഷൈഇൻ ജദല, ഏറിയ കാര്യത്തിലും മിക്ക വിഷയങ്ങളിലും മനുഷ്യൻ തർക്കത്തിൽ ഏർപ്പെടുന്നവനായിട്ടാണ് കാണുന്നത്. വകാനൽ ഇൻസാനു അക്സറ ഷൈഇൻ ജദല, മനുഷ്യൻ ഏറെ കാര്യങ്ങളിലും തർക്കത്തിൽ ഏർപ്പെടുന്നവനാണ്, അല്ലെങ്കിൽ ഏറിയ വിധത്തിലും തർക്കത്തിൽ ഏർപ്പെടുന്നവനാണ്. അപ്പൊ അതില് പഠനത്തിന്റെ കാര്യങ്ങളെ വിലയിരുത്തുന്നതിന്റെ ഒരു സംഗതി വിശകലനം ചെയ്ത് ഉൾക്കൊള്ളുന്നതിന്റെ പരിധിയിൽ നിന്നും സ്വഭാവത്തിൽ നിന്നൊക്കെ വിട്ടുപോവുകയാണ്. ഒരുപക്ഷെ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ വേറെ ചില തർക്കങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുള്ള മേഖലകളിലൊക്കെ മനുഷ്യൻ പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി, ഒരു സമീപനമൊക്കെ ഇതാണ്. പ്രതിയോഗിയെ എങ്ങനെയെങ്കിലും മലർത്തി അടിക്കുക, അയാളെ സംസാരത്തില് മുട്ടുകുത്തിക്കുക, അയാളുടെ വാദഗതികളുടെ മുനയൊടിക്കാൻ എന്തെങ്കിലും കുതന്ത്രം പയറ്റാൻ നോക്കുക. ഇതൊക്കെയാണ് മനുഷ്യർ പലപ്പോഴും തർക്കത്തിൽ ഏർപ്പെടുമ്പോൾ ചെയ്യാറുള്ളത്. യഥാർത്ഥത്തിൽ ഹക്ക് കണ്ടെത്താനുള്ള ഒരു സമീപനം ഇതല്ല. ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും തന്നെ ഹക്ക് കണ്ടെത്താനും പറ്റില്ല. അപ്പൊ നമ്മുടെ ഈ ചർച്ചാവേദിയിൽ ഖുർആൻ പഠന വിധേയമാക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ രൂപപ്പെട്ടു വരുന്ന പല ചോദ്യങ്ങളും പല വിഷയങ്ങളും അത്
യഥാർത്ഥത്തിൽ നമ്മൾ തന്നെ ഒന്ന് ഇന്റേണലൈസ് ചെയ്യേണ്ടതുണ്ട്. ആദ്യം ഒരു ചോദ്യം നമ്മളുടെ മനസ്സിൽ ഫോം ചെയ്ത് വരുമ്പോ അത് നമ്മളുടെ ഒരു വാദമായിട്ട് ഉന്നയിക്കുന്നതിന്റെ മുമ്പായിട്ട് നമ്മൾ ആദ്യം ഒന്ന് മനനം ചെയ്യണം. ഈ പറയുന്ന സംഗതി ഈ അതിൽ വല്ല കഴമ്പുണ്ടോ, അത് ഹെക്കാണോ എന്നത് പരിശോധിക്കാൻ നമുക്ക് അതിന്റെ ഇരുവശങ്ങളും അല്ലെങ്കിൽ എല്ലാ വശങ്ങളും പരിശോധിക്കണം. എന്നിട്ട് നമ്മളുടെ ലക്ഷ്യം കൃത്യമായിട്ടും സത്യം വെളിപ്പെട്ട് കിട്ടുക എന്നതാവണം. അതിന് പകരം ഒരു കാര്യം മുന്നോട്ട് വെക്കുന്ന ഒരാളുടെ വാദഗതിയെ എങ്ങനെയെങ്കിലും പൊളിച്ചിടാം, അല്ലെങ്കിൽ അതിനെ നിഷ്പ്രഭമാക്കാം, നിഷ്ഫലമാക്കാം എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള തർക്കങ്ങളോ വാദങ്ങളോ ആണ് നമ്മൾ ഉന്നയിക്കുന്നതെങ്കിൽ അതിൽ സംഭവിക്കുന്ന ഒരു പക്ഷേ താൽക്കാലികമായിട്ട് ഒരു വിഷയം അവതരിപ്പിക്കുന്ന ആളുടെ പെർഫോമൻസിനെയോ അല്ലെങ്കിൽ അയാളുടെ സംസാരത്തിന്റെ ഇഫക്റ്റീവ്നെസ്സിനെയോ ഒക്കെ ഒരു അല്പം തളർത്താൻ അതുകൊണ്ട് സാധിച്ചു എന്ന് വരും. പക്ഷെ ചോദ്യം ഉന്നയിക്കുന്ന ആൾക്ക് ഒരിക്കലും തന്നെ അതിന്റെ ഫലമായിട്ട് ഹക്ക് എന്താണ്, സത്യം എന്താണ് എന്നത് മനസ്സിലാക്കാൻ അവസരം കിട്ടിയെന്ന് വരില്ല. അപ്പൊ തർക്കങ്ങളിൽ ഏർപ്പെടുന്നവർ ന്യായമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, അവരുടെ ലക്ഷ്യം സത്യം കണ്ടെത്തലാണ് എങ്കിൽ അതിന് അവർ ശരിയായ ഒരു സമീപനമാണ് സ്വീകരിക്കേണ്ടത്, തർക്കത്തിൽ ഏർപ്പെടുകയല്ല. തർക്കം ഫലം ചെയ്യുന്ന ഒരു സംഗതിയല്ല, ഗുണമുള്ള കാര്യമല്ല. അതേസമയത്ത് ആശയങ്ങൾ പങ്കുവെക്കുന്നതോ, നമ്മളുടെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക്, മറ്റുള്ളവരുടെ കയ്യിലുള്ളത് നമ്മൾക്ക് ഒക്കെ കിട്ടുന്ന വിധത്തില് ആശയങ്ങൾ പങ്കുവെക്കുന്നത് ഇരു കൂട്ടർക്കും പ്രയോജനം ചെയ്യും. ഇതാണ് അതിന്റെ പൊതു സ്വഭാവം. പക്ഷെ മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന തരം ആളുകളുടെ ഒരു നിലപാട് അവരെ സംബന്ധിച്ചിടത്തോളം സത്യം കണ്ടെത്തണം എന്ന മോഹം അവരിൽ ഉടലെടുത്തിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന ഈ ജീവിത ദർശനത്തെ എങ്ങനെയെങ്കിലും നിഷ്പ്രഭമാക്കി കാണിക്കണം, അതിനെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ളതാകുന്നതിന് തടസ്സമായിട്ട് എന്തെങ്കിലുമൊക്കെ വാരി വലിച്ചിടണം എന്നതാണ് അവർ ലക്ഷ്യം വെക്കുന്നത് എന്ന് കാണാൻ കഴിയും. അങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തർക്കത്തിൽ ഏർപ്പെടുന്ന ആളുകൾ ഒരിക്കലും തന്നെ പ്രയോജനം നേടുന്നവരാവുകയില്ല. അവരൊരിക്കലും തന്നെ സത്യം കണ്ടെത്തുന്ന സൗഭാഗ്യവാന്മാരിൽ പെടുകയും ഇല്ല. വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിന്നാസി മിൻ കുല്ലി മസൽ വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദല. മനുഷ്യൻ മിക്ക കാര്യങ്ങളിലും ഏറിയ വിധത്തിലും തർക്കങ്ങളിൽ ഏർപ്പെടുന്നവനായിട്ടാണ് കാണപ്പെടുക. എല്ലാവിധ ഉദാഹരണങ്ങളും വെച്ചുകൊണ്ട് അള്ളാഹു കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ഗ്രഹിക്കാൻ ആളുകൾക്ക് ഉപകരിക്കുന്ന വിധത്തില് കാര്യങ്ങൾ ഖുർആനിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും മനുഷ്യൻ തർക്കങ്ങളിൽ ഏർപ്പെടുന്ന ഒരു പ്രകൃതം കാണിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായിട്ടാണ് കാണാൻ സാധിക്കുക. ഇനി അള്ളാഹു ഒരു പ്രസ്താവന നടത്തുകയാണ് ഈ ആളുകളെ കുറിച്ച്. വേണ്ട വിധത്തില് തെളിവുകളുടെയും യുക്തിബോധത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തില് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ ഉദാഹരണങ്ങളും ഉപമകളും ഒക്കെ വെച്ചുകൊണ്ട് അള്ളാഹു കാര്യങ്ങൾ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് വലിയൊരു വിഭാഗം ആളുകൾ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണത്തിന് സന്നദ്ധമല്ലാതെ മടിച്ചു നിൽക്കുന്നത് എന്നതാണ് ചോദ്യം. ഇതിനെക്കുറിച്ച് അള്ളാഹുവിടെ പറയുന്നത് വമാ മനഅൻ നാസ അൻ യുഅ്മിനൂ ഇദ് ജാഅഹുമുൽ ഹുദ. എന്താണ് ജനങ്ങളെ തടഞ്ഞിട്ടുള്ളത്? അൻ യുഅ്മിനൂ, അവര് വിശ്വാസികളാകുന്നതിൽ നിന്ന് അവർക്ക് തടസ്സമായിട്ട് അവർ കാണുന്നത് എന്താണ്? ഇത് ജാഅഹുമുൽ ഹുദ, അവരിലേക്ക് ഹഖ് വന്നപ്പോ, സത്യം വന്നപ്പോ, അവരിലേക്ക് മാർഗദർശനം എത്തിയപ്പോ, ഹിദായത്ത് അവരിലേക്ക് എത്തിയപ്പോ അവർക്ക് തടസ്സമായിട്ട് എന്താണ് വന്നിട്ടുള്ളത്? എന്താണ് അവരെ തടഞ്ഞത് എന്നാണ് അള്ളാഹുവോട് ചോദിക്കുന്നത്. സത്യം അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അത് അവർക്കുള്ള മാർഗദർശനമാണ്, അത് യുക്തിക്കും ബുദ്ധിക്കും നിരക്കുന്നതാണ് എന്നതൊക്കെ ഇവിടെ സ്ഥാപിതമായ സംഗതിയാണ്.
ആ വിധത്തില് ബോധ്യപ്പെടുന്നതിന് വേണ്ട സകലവിധ ഉദാഹരണങ്ങളും ഉപമകളും അള്ളാഹു നൽകിയിട്ടുമുണ്ട് ഈ ഖുർആനിൽ. എന്നിട്ടും ആളുകളെ തടയുന്ന കാര്യം എന്താണ്? വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിന് സന്നദ്ധരാകാതിരിക്കുന്ന വിധത്തില് അവരെ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്ന കാര്യം എന്താണ് എന്നാണ് ചോദ്യം. വയസ്തഗ്ഫിറൂ റബ്ബഹും, അങ്ങനെ ഈമാനുള്ളവരായി മാറുകയും അതിന്റെ പ്രേരണയില് തങ്ങളുടെ രക്ഷിതാവിനോട് തങ്ങളുടെ ഭാഗത്ത് വന്നുപോയ സകല പിഴവുകളുടെയും പേരില് പശ്ചാത്തപിച്ച് മടങ്ങുന്ന മാപ്പിരക്കുന്നവരായി മാറുകയും ചെയ്യുന്നതിന് അവർക്ക് എന്ത് തടസ്സമാണ് ഉള്ളത് എന്നതാണ് ചോദ്യം. ഇത് മാത്രമാണ് എന്നാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. ഇല്ല അൻ തഅ്തിയഹും സുന്നത്തുൽ അവ്വലീൻ, പൂർവിക സമൂഹങ്ങൾക്ക് എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നോ അതൊക്കെയും ഇവർക്കും അനുഭവിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ അതിനായിട്ട് അത് അവരിലേക്ക് വരേണ്ടിയിരിക്കുന്നു എന്നതല്ലാത്ത മറ്റൊരു കാരണവും അവർക്കില്ല. അപ്പോ ഹുദ അവരിലേക്ക് വന്ന സ്ഥിതിക്ക്, കാര്യങ്ങൾ വേണ്ട വിധത്തിൽ അള്ളാഹു ഖുർആനിൽ വ്യക്തമാക്കി കഴിഞ്ഞ സ്ഥിതിക്ക്, സത്യം അതാണ് എന്നത് യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ഒക്കെ ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായതിനു ശേഷവും സത്യമാർഗത്തിലേക്ക് കടന്നു വരികയും വിശ്വാസികളായി മാറുകയും അള്ളാഹുവിനോട് മഗ്ഫിറത്ത് തേടുന്നവരായിട്ട്, തങ്ങളുടെ റബ്ബിനോട് മഗ്ഫിറത്ത് തേടുന്നവരായിട്ട് അവര് മാറുകയും ചെയ്യാതിരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന, അതിനവർക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യം ഇത് മാത്രമാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. ഇല്ല അൻ തഅ്തിയഹും സുന്നത്തുൽ അവ്വലീൻ. സുന്നത്തുൽ അവ്വലീൻ, പൂർവികരായ ആളുകളുടെ കാര്യത്തിൽ ചില നടപടികൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ നടപടികളൊക്കെയും തന്നെ ഇവർക്കും വരണം എന്നതല്ലാത്ത യാതൊരു കാരണവും അവർക്ക് തടസ്സമായിട്ട് ഇല്ല എന്നാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. സുന്നത്തുൽ അവ്വലി എന്ന് പറഞ്ഞാൽ പൂർവികരായ സമൂഹങ്ങൾക്ക് അവരുടെ മേൽ നടപ്പാക്കപ്പെട്ട നടപടികൾ, അള്ളാഹുവിന്റെ ശിക്ഷാ നടപടികളാണ് ഉദ്ദേശിക്കുന്നത്. ഔ യഅ്തിയഹുമുൽ അദാബു ഖുബുല, അതല്ലെങ്കിൽ ശിക്ഷ അവരുടെ കൺമുന്നിൽ അങ്ങ് എത്തിയില്ല. നരകത്തെക്കുറിച്ചുള്ള താക്കീത് ഖുർആൻ നൽകുന്നുണ്ട്, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള താക്കീതുകൾ നൽകുന്നുണ്ട്. പക്ഷെ ഇത് എപ്പോഴോ എന്നോ ആവും എന്ന അത് വളരെ വിദൂരമായി ഞങ്ങളെയൊന്നും ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല എന്ന ഒരു തോന്നലാണ് ആളുകളിൽ ഉണ്ടാകുന്നത്. അതിന് പകരം ശിക്ഷ അവരുടെ കൺമുന്നിൽ കാണുന്ന ഒരവസ്ഥ ഉണ്ടാവണം. നേരത്തെ നമ്മൾ ഫിറഔൻ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, മൂസ അലൈഹി ഇസ്ലാമും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവങ്ങൾ ഖുർആനിൽ വായിച്ചപ്പോ ഫിറഔൻ സമുദ്രത്തിന്റെ മധ്യത്തിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയുന്ന ഒരു കാര്യം നമ്മൾ കാണുകയുണ്ടായി. ആമൻതു ബി റബ്ബി മൂസ വ ഹാറൂൻ എന്ന് വിളിച്ചു പറയുന്ന ഒരു രംഗം. മൂസായുടെയും ഹാറൂന്റെയും റബ്ബില് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നത് മരണം തൊണ്ടക്കുഴിയിൽ എത്തി നിൽക്കുന്ന, വെള്ളത്തിൽ മുങ്ങി ചാവാൻ ആയ ഒരു ഘട്ടത്തിലാണ്. ഇങ്ങനെ ശിക്ഷ കൺമുന്നിൽ എത്തുകയും അതിൽ നിന്ന് ഒരു രക്ഷയുമില്ല എന്ന ബോധ്യം ഉണ്ടാവുകയും ചെയ്യുന്ന ആ മൊമെന്റ് എത്തുന്നത് വരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നതല്ലാത്ത ഒരു തടസ്സവും ഇവരിപ്പോ സത്യവിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വരുന്നതിനായിട്ട് അവർക്ക് വേറെയില്ല. ഇതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ പൂർവികരായ സമൂഹങ്ങൾക്ക് എന്തൊക്കെ അവരുടെ മേൽ നടപടികൾ ഉണ്ടായോ അത്തരം നടപടികളൊക്കെ ഉണ്ടായില്ല എന്നതല്ലാത്ത തടസ്സമില്ല. അതല്ലെങ്കിൽ ശിക്ഷ കൺമുന്നിൽ കാണുന്ന ഒരു സാഹചര്യം അവർക്ക് വന്നില്ല എന്നതല്ലാത്ത ഒരു കാര്യവും അവരെ വിശ്വാസത്തിന്റെയും അതുപോലെ ഇസ്തിഗ്ഫാറിന്റെയും മാർഗത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നില്ല എന്നാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ 2 ആയത്തുകളാണ് ഞാനിന്ന് വിശദമാക്കിയിട്ടുള്ളത്. സൂറത്തുൽ കഹ്ഫിലെ 54, 55 ആയത്തുകൾ. അപ്പോ ന്യായം, തെളിവ്, സത്യം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന ഉദാഹരണങ്ങൾ, ഇതൊക്കെ വേണ്ട വിധത്തില് അള്ളാഹു ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്നിനും ഒരു പോരായ്കയും ഇല്ല. എന്നിട്ടും ഇവര് വിശ്വാസം ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാതെ തടഞ്ഞ് അതിന് മടിച്ചു നിൽക്കുന്നത് അവരുടെ മുന്നിലുള്ള ഒരേ ഒരു പ്രതിബന്ധം, അത് ശിക്ഷ അവരുടെ കൺമുന്നിൽ എത്തിയിട്ടില്ല എന്നത് മാത്രമാണ്.
ചാട്ടവാറ് കൊണ്ട് മാത്രമേ, അല്ലെങ്കിൽ ചാട്ടവാറിന്റെ ഭാഷ മാത്രമേ ഇവർക്ക് അറിയുള്ളൂ. ശിക്ഷയുടെ ഭാഷ മാത്രമേ ഇവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു പ്രകൃതമാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അള്ളാഹുവോട് ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പഠനം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.